ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ ഒരു 1-2 ദിവസം കൂടി, 2 ദിവസം ഉണ്ടോ അറിയത്തില്ല, ആൻക്ലേവ് അലക്സ് പെരേര. അപ്പോൾ അതിനെക്കുറിച്ചും അവരുടെ ഫേസ് ഓഫ്, പിന്നെ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കും ഒരു ആം ട്രയാങ്കിൾ, അത് ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, അത് ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജ്. ഇപ്പോൾ ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ പറയുന്നത് ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. അപ്പം നമ്മുടെ തോന്നലുകൾ സത്യമാവണമെന്നില്ല. നമ്മൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ഇടുന്നു, ചർച്ച ചെയ്യുന്നു, പിന്നെ അതുവഴി നിങ്ങൾ ചർച്ച ചെയ്യുന്നു, നിങ്ങൾ കമൻ്റ് ഇടുന്നു, അങ്ങനെ മൊത്തത്തിലൊന്ന് ആക്ടിവേറ്റ് ആവുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ഫേസ് ഓഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഫേസ് ഓഫ് അതായത് അലക്സ് പെരേരയുടെ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഇതല്ല, അതിന് മുമ്പുള്ള ഒരു ഫേസ് ഓഫ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി പെയിൻ്റ് അടിച്ചിട്ടുള്ളത് വരും, അതിലും ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഫേസ് ഓഫിൽ എനിക്ക് തോന്നിയത്, ഫസ്റ്റ് ഓഫ് ഓൾ അലക്സ് പെരേരയിൽ നിന്ന് തന്നെ തുടങ്ങാം. അലക്സ് പെരേര പതിവിലും കൂടുതലായി എപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആണ്, ഇപ്പോഴും കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫേസ് ഓഫിൽ എനിക്ക് ഭയങ്കര ദേഷ്യത്തിൽ, മൂപ്പർക്ക് ഭയങ്കര ദേഷ്യം എന്ന പോലെ ആ ഫേസിൽ ഇങ്ങനെ എന്തൊക്കെയോ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ പോലെ. ആരോട്? അങ്കലേവിനോട് തന്നെ. കാരണം മൂപ്പർക്കറിയാം, അങ്കലേവ് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവൻ, തോൽപ്പിക്കാൻ പോകുന്നവനല്ല, അത് നമുക്കറിയത്തില്ലല്ലോ, തോൽപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവൻ. കാരണം ആ ദേഷ്യത്തിന് ഇത് കറക്റ്റാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലക്സ് പെരേരയെ സംബന്ധിച്ച് ഇനി ഇത് ആ വെയിറ്റ് ക്ലാസ്സിൽ ഇത് ലാസ്റ്റ് ഫൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫൈറ്റ് അലക്സ് പെരേര ജയിക്കുകയാണെങ്കിൽ പുള്ളിയുടെ മാർക്കറ്റ് പിന്നെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ അലക്സ് പെരേരയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 1-2 ഫൈറ്റുകൾ ഉണ്ടായിരിക്കും, അത് സൂപ്പർ ഡ്യൂപ്പർ മണി ഫൈറ്റ്സ് ആയിരിക്കും. പിന്നെ ബോക്സിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കാം, അത് ഭയങ്കര മണി ഫൈറ്റ്സ് ആയിരിക്കും. ഫാമിലി ഇപ്പോഴേ സെറ്റാണ്, പുള്ളിയുടെ ബാങ്ക് ബാലൻസ് ഒക്കെ സെറ്റാണ്. പക്ഷേ ഈ ഫൈറ്റ് ജയിക്കുകയാണെങ്കിലുണ്ടല്ലോ, അതിൽ കൂടുതൽ, പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു സമ്പത്ത് വന്നു ചേരും. റൈറ്റ്. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അതിനൊരു ചലഞ്ചായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അങ്കലേവാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അവർ പതിവിലും കൂടുതൽ ദേഷ്യം. ഇതെല്ലാവർക്കും ഉണ്ട്, ഇത് മിക്ക ഫൈറ്റ്സിനും ഉണ്ട്. ഇപ്പം ഫീഡോർ പറയാറുണ്ട്, ഫീഡോറിൻ്റെ ഒപ്പോണൻസിനോട് ഫീഡോറിന് ഉള്ള ദേഷ്യം. കാരണം ഫീഡോർ എമിലിയോനിക്ക്, ഇപ്പോൾ ഫീഡോർ പറയുന്നത് എവറി ഒപ്പോണൻ്റ്, എല്ലാ ഒപ്പോണൻറ്റിനെയും പുള്ളി കരുതുന്നത് പുള്ളിയുടെ ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എതിരാളികൾ എന്ന ഇതാണ്. പഴയ കാലം എന്ന് പറഞ്ഞാൽ ഫീഡോറിന് ഒരു പാവപ്പെട്ട, ദാരിദ്ര്യം നിറഞ്ഞൊരു കാലമുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് വീണ്ടും തെള്ളിവിടാൻ വരുന്ന ഒരു ഒപ്പോണൻസ് ആയിട്ടാണ് എല്ലാവരെയും കാണുന്നത്, ഒപ്പോണൻസിനെ. അതേപോലെ ജോൺസ് പറയുന്നത് സ്വന്തം കഞ്ഞിയിൽ, അതായത് അദ്ദേഹം കഴിക്കുന്ന ഫുഡിൽ പാറ്റ, കഞ്ഞിയിൽ പാറ്റയിടുന്നവരായിട്ടാണ് എല്ലാ എതിരാളികളെയും പുള്ളി കാണുന്നത്. അതുകൊണ്ടാണ് ദേഷ്യം. അപ്പോൾ അത് ദാറ്റ് ഹാപ്പൻസ് ഇൻ കോമ്പാറ്റ് സ്പോർട്സ്, ദാറ്റ് ഹാപ്പൻസ്. എവറി ഒപ്പോണൻറ്റ് ഇസ് എ ചാലഞ്ച്. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അലക്സ് പെരേരയ്ക്ക് ഭയങ്കര ദേഷ്യം. ഇത് തന്നെ അങ്കലേവിൻ്റെ ഫേസിൽ എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര കോൺഫിഡൻസ്, ദേഷ്യമൊന്നുമില്ല, ഭയങ്കര കോൺഫിഡൻസ്. അതായത് അത് കോൺഫിഡൻസ് ആണോ എന്താണെന്ന് അറിയത്തില്ല. അതായത് ഞാൻ തന്നെ ജയിക്കും എന്നുള്ള രീതിയിൽ, ഞാനാണ് ജയിക്കാൻ പോകുന്നത്, വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാനേ ജയിക്കൂ എന്നുള്ള രീതിയിലൊരു ഫേഷ്യൽ എക്സ്പ്രഷനാണ് എനിക്ക് തോന്നിയത്. അതിനിപ്പോൾ ഫൈറ്റ് നടക്കുമ്പോൾ അറിയാം എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഇനി ഫൈനൽ ഫേസ് ഓഫാണ്. ഫൈനൽ ഫേസ് ഓഫിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് വരും. ഞാൻ അതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അലക്സ് പെരേരയുടെ ഈ ദേഷ്യം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഉന്തും തെള്ളുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സാധാരണ അത് നടക്കാറില്ല, അതിന് മുമ്പേ പിടിച്ചു മാറ്റും. പക്ഷേ ഇത് എനിക്ക് അലക്സ് ഭയങ്കര കലിപ്പിൽ ഫോക്കസ്ഡുമാണ്, കലിപ്പ് മാത്രമല്ല ഫോക്കസ്ഡുമാണ് പുള്ളിപ്പര്. പക്ഷെ ഭയങ്കര പതിവിലും കൂടുതൽ ദേഷ്യത്തിൽ പുള്ളിക്ക്. കാരണം എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്തു എനിക്ക് ഒത്ത എതിരാളിയാണെന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം അങ്കലേവ് ലൈക്ക് സൂപ്പർ കോൺഫിഡൻറ്റ്. അതെന്താണെന്ന് അറിഞ്ഞൂടാ, നമുക്കറിയത്തില്ലല്ലോ, ഇതൊന്നും എന്താണെന്ന് അറിയത്തില്ല, ഇതൊക്കെ നമ്മുടെ ഫീലിങ്സ് ആണ്. ഓക്കെ, എനിവേസ്, ഇനി നമ്മുടെ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ആം ട്രയാങ്കിൾ. അപ്പം എനിക്ക് തോന്നിയ നമ്മുടെ ഒരു നമ്മൾ റിസർച്ച് നടത്തുക. അപ്പോൾ അതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആൻക്ലേവ് എനിക്ക് തോന്നുന്നു ആം ട്രയാങ്കിൾ യൂസ് ചെയ്തേക്കാം. ഈ ആം ട്രയാങ്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ പറയുക, ആം ട്രയാങ്കിൾ നമ്മുടെ നിങ്ങൾക്ക് ഇസ്ലാം മക്കഷേവ് ചാൾസ് ഒലിവേറ ഫൈറ്റ് ഓർമ്മയുണ്ടോ? അതിനകത്ത് മക്കഷേവ് ഒലിവേറനെ പൂട്ടിയില്ലേ, ലാസ്റ്റ് സബ്മിറ്റ് ചെയ്തില്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ആ സംഭവമാണ് ആം ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൻക്ലേവ് ഒരുപക്ഷെ ആം ട്രയാങ്കിൾ യൂസ് ചെയ്തേക്കാം അലക്സ് പെരേര. മൊത്തത്തിലുള്ള ഇവരുടെ ഒരു ഫൈറ്റിംഗ് സ്റ്റൈലൊക്കെ വെച്ചിട്ടേ ആം ട്രയാങ്കിൾ യൂസ് ചെയ്ത് പൂട്ടാനായിട്ട് ശ്രമിക്കാം. കാരണം
എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഫൈറ്റ് ഡിസിഷനിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ അറിയാലോ, ബിക്കോസ് ഓഫ് അലക്സ് പെരേര സ്റ്റാർഡം കമ്പനി ഡാന വൈറ്റ് UFC അലക്സ് പെരേരയ്ക്ക് വിക്ടറി കൊടുക്കും. അപ്പോൾ ഇതിനു മുമ്പ് അങ്കലേവിന് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതാണ്. ഡിസിഷന് പോകുമ്പോൾ മൂപ്പർക്ക് ഫേവറബിൾ ആയിട്ടല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്കലേവ് വിൽ ട്രൈ ടു ഫിനിഷ്. ഓക്കെ, അപ്പോൾ അതിന് ആം ട്രയാങ്കിൾ എന്നുള്ള ഒരു ലോജിക് എനിക്ക് വരുന്നു. ഞാൻ ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾ ചോദിക്കുക അതെന്താണ് നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ റിസർച്ചിൽ എനിക്ക് തോന്നിയ കാര്യം നിങ്ങളും പറയുക, ഞാൻ ആം ട്രയാങ്കിളാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വളരെ രസകരമായി ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെ ഉദാഹരണത്തിന് ഇതേപോലെ തന്നെയായിരുന്നു ജോൺ സ്റ്റീപ്പെ ഫൈറ്റിൽ. നിങ്ങൾ മറന്നിട്ടുണ്ടാവും, ഞാൻ അന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതായത് ജോൺസ് സ്റ്റീപ്പനെ ലെഗ് ലോക്ക് വഴി, അന്നൊരു സ്ട്രെയിൻസ് പ്രഡിക്ഷൻ ആയിരുന്നു, ലെഗ് ലോക്ക് വഴി സബ്മിറ്റ് ചെയ്യുമെന്നുള്ളത്. കാരണം അന്ന് ജോൺസ് ഒരുപാട് ഗോർഡൻ റയാൻ്റെ കൂടെ ഒരുപാട് സ്പെൻഡ് ചെയ്തിരുന്നു. ഗോർഡൻ ലെഗ് ലോക്ക് സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ജോൺസ് സ്റ്റീപ്പനെ ലെഗ് ലോക്ക് വഴി പൂട്ടുമെന്ന്. അത് നടന്നില്ല. കാരണം നമുക്കറിയാമല്ലോ, ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. സ്പിന്നിങ് ബാക്ക് കിക്ക്, ബോഡി കിക്കിലൂടെ. അതിന് റീസൺ ഉണ്ടായിരിക്കാം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ജോൺസ് അന്ന് ഏതെങ്കിലും ഒരു ലോക്ക് തന്നെയാണ് സ്റ്റീപ്പയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഇസ് സ്റ്റാൻഡപ്പിൽ ജോൺസ് നോക്കുമ്പോൾ ജോൺസ് എന്താണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വന്നത്, സ്റ്റീപ്പെ സ്റ്റാൻഡപ്പിൽ തകർക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുക. പക്ഷെ എന്ത് സംഭവിച്ചു? ജോൺസ് നോക്കിയപ്പോൾ സ്റ്റീപ്പെ പതറുന്നു, സ്റ്റാൻഡപ്പിൽ ഇങ്ങനെ പതറി നിൽക്കുന്നു. പതറെന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫ്യൂസ്ഡായി നിൽക്കുന്നു. അപ്പം മൂപ്പര് പിന്നെന്തിനാണ് ബുദ്ധിമുട്ടി താഴേക്ക് കൊണ്ട് ലോക്കൊക്കെ ചെയ്യുന്നത്? മൂപ്പര് അത് ഫിനിഷ് ചെയ്തു, സ്റ്റാൻഡപ്പിൽ തന്നെ ഫിനിഷ് ചെയ്തു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ജോൺസ് സ്റ്റീപ്പയ്ക്ക് വേണ്ടി ഒരു ലോക്ക് തന്നെയാണ് കരുതി വെച്ചത്. പക്ഷേ സ്റ്റീപ്പെ വാസ് നോട്ട് ദാറ്റ് കോൺഫിഡൻറ്റ് ഇൻ ദ സ്റ്റാൻഡപ്പ്, സോ ഹി ഫിനിഷ്ഡ് ഹിം. അപ്പോൾ അതുപോലെ ഇതിൽ സംഭവിക്കാം. ഇപ്പോൾ ഒന്നെങ്കിൽ അങ്കലേവ് കോൺഫിഡൻ്റ് ആയി, അല്ലെങ്കിൽ അലക്സ് പെരേര കോൺഫിഡൻ്റ് ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം ആം ട്രയാങ്കിളാണ്. അപ്പോൾ ഇനിയും ദാറ്റ്സ് ഓൾ. അതായിരുന്നു ഈ വീഡിയോ. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഫേസ് ഓഫ് ഫൈറ്റ് ആണ്. അപ്പം ഗംഭീര ഫൈറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആളുകൾ ഹൈപ്പ് ചെയ്തില്ല, പക്ഷേ ഇതൊരു ഗംഭീര ഫൈറ്റ് ആയിരിക്കും. ഇതൊരു ഒരു സൂപ്പർ ഫൈറ്റാണ്. കാരണം ഇത് രണ്ടിലൊന്ന് തീരുമാനിക്കുന്ന ഒരു ഫൈറ്റാണ് ഈ അലക്സ് പെരേര ആൻഡ് അങ്കലേവ്. സോ this will be a fantastic sports tournament. Let's go.